ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊരു പരാതിയില്ല. ഇതിനകത്ത് കിടന്ന് അനുഭവിച്ചതൊക്കെ എന്റെ വിധി. ഞാൻ അങ്ങനെ കരുതിക്കോളാം. എന്താ അനിയ, ലോക്കപ്പിൽ കിടക്കുന്ന അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ? ഇതാ, വേഗം കുടിച്ചോ. CI സാർ ആളൊരു പാവമാണ്, പക്ഷെ ആ DYSP സൂക്ഷിക്കണം. മൂർഖനാ, കാര്യം മൂർഖൻ. എന്തെങ്കിലും ചോദിച്ചാ ഒരു മയത്തിലങ്ങ് പറഞ്ഞാൽ മതി. എന്താണോ ഇത്? തന്നോട് ആരാ പറഞ്ഞ ഇയാളെ സൽക്കരിക്കാൻ? സാർ, ഇതേ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ. അദ്ദേഹം വിളിക്കാൻ ഇയാളാരാ? VIP യോ? പുറത്തോ. 3-4 പേരെ കൊലയ്ക്ക് കൊടുത്തിട്ട് ലോക്കപ്പിനകത്ത് സുഖമായിട്ടിരുന്ന് ചായ കുടിക്കുന്നു. എണിച്ചു ഓടാടും. ഞങ്ങളാരും മനഃപൂർവ്വം ഒന്നും ചെയ്തല്ലോ. 4 തൊഴിലാളികളാ ഇവിടെ കത്തിക്കരിഞ്ഞ് പോയത്. 10-15 പേര് ആശുപത്രിയിൽ. എത്ര കുടുംബങ്ങളാണോ താൻ കാരണം അനാഥമായത്? ഞങ്ങളുടെ തൊഴിലാളികൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ. ഇന്നുവരെ ഇങ്ങനൊരു അപകടം ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ ലൈസൻസ് പുതുക്കാതിരുന്നത്? തോനക്ക് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമല്ലേ? അല്ലടോ. സാർ, ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് പേഷ്യന്റ് ആണ് പോലും. തനിക്കൊക്കെ ഹാർട്ട് ഉണ്ടോടോ? എല്ലാ മുതലാളിമാരും ഇതുപോലത്തെ അപകടം വരുമ്പോ ഹാർട്ട് പേഷ്യന്റ് ആണെന്നേ പറയത്തുള്ളൂ. സാർ, ഞാൻ പറഞ്ഞ സത്യം. ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏൽപ്പിച്ചിരുന്ന, അതിനുള്ള പേപ്പേഴ്സും റെഡിയാക്കി കൊടുത്തിരുന്ന ആ മാനേജറെ ഞങ്ങൾ തപ്പുന്നുണ്ട്. എന്തായാലും തനിക്കിനി ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കും. അതിനുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് തന്നെ ഞാൻ അകത്താക്കും. ജയിലിനകത്ത് കിടന്ന് താൻ നരകിച്ച് ചാവും. എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? സ്വന്തം കമ്പനി ആരെങ്കിലും തീയിടാൻ കൂട്ടുനിൽക്കൂ? സാറ് പറയുന്നത് കേട്ടാ മനഃപൂർവ്വം ഞാൻ അവരെയെല്ലാം കൊന്നതുപോലെ ഉണ്ടല്ലോ. കഷ്ടമാണ് സാർ. തൊഴിലാളികൾ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ഞാനും. ജയിലിൽ കിടക്കണമെങ്കിൽ ഞാൻ കിടന്നോളാം. എന്നാലും എന്റെ തൊഴിലാളികളുടെ കുടുംബത്തിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. അതിനുള്ള സമ്പത്ത് നെല്ലിശ്ശേരിയിലെ സേതുമാധവനുണ്ട്. എന്നോട് പണത്തിന് കണക്ക് പറയുന്നു. മര്യാദക്ക് നിന്നില്ലെങ്കിൽ തന്നെ ഞാൻ ഇതിനകത്തിട്ട് തീർക്കും. സർ, ഇയാളുടെ മകനും ഭാര്യയും വന്നിട്ടുണ്ടോ? ഒരുത്തിയും വക്കീലും കൂടി വന്ന് പോയതേ ഉള്ളൂ. അപ്പോഴേക്ക് അടുത്തളത്തിയോ? ഏത് കൊടികെട്ടിയ വക്കീൽ വന്നാലും തനിക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. തൊന്നും ഞാനൊരു പാഠം പഠിപ്പിക്കും കേട്ടോ. അവരോടൊന്ന് കാണാൻ പറഞ്ഞേക്ക്. ശരി സാർ.
അച്ഛനെ പോലീസുകാർ ഉപദ്രവിച്ചോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ വിധി അത് ഞാൻ അനുഭവിച്ചോളാം. നിങ്ങളിപ്പോ എന്തിനാ വന്നത്? എനിക്ക് ജാമ്യത്തിനുള്ള ഏർപ്പാടൊക്കെ അവന്തിക ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നാണോ അച്ഛൻ വിചാരിക്കുന്നത്? ഇത്രയൊക്കെ കൺമുമ്പിൽ കണ്ടിട്ടും നിനക്കത് ഇനിയും ബോധ്യമായില്ലേ? അച്ഛനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛാ, ലൈസൻസ് മനഃപൂർവ്വം പുതുക്കാതെ ആ മാനേജർ നമ്മളെ ചതിച്ചതാ. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോഴും പുതുക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാ അയാൾ എന്നോട് പറഞ്ഞത്. അനുവേട്ട അതിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തതുവാ. എന്നിട്ടാണോ ഞാനിപ്പോ ഇതിനകത്ത് കിടക്കുന്നത്? ചതിച്ചതാരാണെന്നോ ഞാൻ പിന്നീട് അന്വേഷിച്ചോളാം. ആദ്യം ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങട്ടെ. ഇവിടുന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അത് തന്നെ അവന്തികയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കടലാസുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലോക്കപ്പിനകത്ത് പോലീസുകാർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം. എനിക്കൊരു പരാതിയില്ല. ഇതിനകത്ത് കിടന്ന് അനുഭവിച്ചതൊക്കെ എന്റെ വിധി. ഞാൻ അങ്ങനെ കരുതിക്കോളാം. എന്താ അനിയ ലോക്കപ്പിൽ കിടക്കുന്ന അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ? മിസ്റ്റർ ഡിവൈഎസ്പി, അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ലോക്കപ്പിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചോ? വക്കീലേ, പോലീസ് സ്റ്റേഷൻ എന്റെ സാമ്രാജ്യം. ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അധികം വിളച്ചിൽ ഇങ്ങോട്ട് ഇറക്കല്ലേ. ഹൈക്കോടതിയിൽ പോയാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇവിടത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ചിലപ്പോ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയെന്നും വരാം. അച്ഛൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അധിക ദിവസമൊന്നും അച്ഛന് ജയിലിനുള്ളിൽ കിടത്താൻ സാറിന് കഴിയില്ല. പിന്നെ പ്രതിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ? ലൈസൻസ് ഇല്ലാത്ത കമ്പനി നിയമവിരുദ്ധമായി പ്രവർത്തിപ്പിച്ച് 4 പേരെ കൊന്നിട്ട് നിന്ന് വർത്താനം പറയുന്നു. എത്ര വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് സാർ, അതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്.